ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷാഫിക്ക് അടി കൊണ്ടിട്ടില്ല, ഷാഫിയുടെ മൂക്ക് പൊട്ടിയ ആളെങ്ങനെ സംസാരിക്കുന്നു, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സർജറി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് താടി മീശ പഠിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളെ ചോദിക്കുന്നത് ഇത് ഏത് കാലഘട്ടത്തിലാണ്? അത് മുമ്പൊക്കെ നടക്കുമായിരുന്നു. 25 വർഷം മുമ്പൊക്കെയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ഈ ഭരിക്കുന്നവരെക്കാൾ ബുദ്ധിയുള്ള ആളുകളാണ് ജനങ്ങൾ, ഭരിക്കുന്നവരെക്കാൾ ഇൻഫോംഡാണ് ജനങ്ങൾ, ഭരിക്കുന്നവരെക്കാൾ എല്ലാ കാര്യങ്ങളും ലൈവായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, സമയാസമയങ്ങളിൽ കൃത്യമായി അറിയുന്ന ആൾക്കാരാണ് വോട്ടർമാരായ ജനങ്ങൾ എന്ന് ഇരിക്കുന്നവർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കണം. കാരണം ഈ ഡൈവേർഷൻ ടാക്ടിക്സ് ഒക്കെ പഴയ കാലത്താണ്, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ ആളുകൾ പൂർണ്ണമായി ഇൻഫോംഡാണ്. ഷാഫിയെ പോലീസ് തല്ലിയോ എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്, എല്ലാവരും അത് കണ്ടതാണ്. അപ്പോൾ ഈ ഡൈവേർഷൻ ടാക്ടിക്സ് ചിലപ്പോൾ കുറച്ച് സമയത്തേക്കൊക്കെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ആളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയേക്കും, കുറേ കാലത്തേക്ക് നടക്കില്ല. കാരണം ശബരിമലയിലെ കേസ് അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്, സർക്കാരല്ലാതെ അന്വേഷിക്കുന്നത്, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്, ഹൈക്കോടതിയുടെ മോണിറ്ററിങ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ ഡൈവേർഷൻ ടാക്സിലുള്ള സർക്കാരിന് ഈ വിഷയം ശ്രദ്ധ തിരിക്കാൻ പറ്റുമെന്ന് കരുതാൻ കഴിയില്ല. അപ്പോൾ സൂക്ഷിച്ചും കണ്ടു കളിച്ചാൽ വലിയ ഡാമേജ് ഒഴിവാക്കാമെന്നേ പറയാനുള്ളൂ എല്ലാവരും.